ഹായ് ഫ്രണ്ട്സ്, ക്യാച്ച് ദി ഗോസ്റ്റിന്റെ 12ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ മൊട്ടയും കൊച്ചുവയനെ അറസ്റ്റ് ചെയ്തതുമാണ് നമ്മൾ കണ്ടു നിർത്തിയത്. അങ്ങനെ അവരെ രണ്ടുപേരെയും കൂടെ എക്സ് ഗേൾഫ്രണ്ടിന്റെ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നു. ഇവരെ കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം റിപ്പോർട്ടേഴ്സ് കാണുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ അവരുടെ ഹെഡിനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ എക്സ് ഗേൾഫ്രണ്ട് മൊട്ടേനെയും കൊച്ചുവയനെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈഡ് ഔട്ടിൽ നിന്ന് കിട്ടിയ സബ്വേ ഗോസ്റ്റിന്റെ DNA-യും ഇവരുടെ DNA-യും തമ്മിൽ പരിശോധിക്കുന്നു. എന്നാൽ അത് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. അതായത് ഇവര് രണ്ടുപേരുമല്ല സബ്വേ ഗോസ്റ്റ്. ഇനിയുള്ളത് മൂന്നാമത്തെ ബോസ് മാത്രമാണ്. അങ്ങനെ എക്സ് ഗേൾഫ്രണ്ട് ആണെങ്കിൽ ബോസിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം അവരോട് ചോദിക്കുന്നു. എന്നാൽ അവര് രണ്ടുപേരും ബോസിനെ പറ്റി ഒന്നും തന്നെ പുറത്തു പറയുന്നില്ല. അവർക്ക് രണ്ടുപേർക്കും ബോസിനെ അത്രയ്ക്ക് വിശ്വാസമാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് മറ്റൊരു പോലീസുകാരൻ വന്നത്. അയാളാണെങ്കിൽ ഇവർക്ക് ഒരു വോയിസും കേൾപ്പിക്കുന്നു. ഇവര് രണ്ടുപേരുമായിരിക്കും സബ്വേ ഗോസ്റ്റ് എന്ന് പറഞ്ഞ് ബോസ് പോലീസിനെ വിളിച്ചില്ലായിരുന്നു. ആ റെക്കോർഡിംഗ്സ് ആണ് ഈ പോലീസുകാരൻ കേൾപ്പിക്കുന്നത്. ഇവര് രണ്ടുപേരും ബോസിനെ അത്രയ്ക്ക് വിശ്വസിച്ചിട്ട് ബോസ് അവരെ വിശ്വസിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ മൊട്ടയാണെങ്കിൽ ബോസിനെ പറ്റി അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. എന്നാൽ ബോസിന്റെ ഫാമിലിയെ കുറിച്ചൊന്നും അവർക്കറിയില്ല. അവരാണെങ്കിൽ 2 വർഷമായിട്ടേ ഉള്ളൂ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ പോലീസുകാരോട് അവര് എവിടെയാണ് താമസിക്കുന്നത് എന്ന ഡീറ്റെയിൽസ് എല്ലാം ഈ മൊട്ട പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പോലീസുകാർ അവരുടെ സ്ഥലത്ത് ചെന്ന് അന്വേഷണമെല്ലാം ആരംഭിക്കുന്നു. ആ സ്ഥലത്തുള്ള എല്ലാ DNA-യും അവര് കളക്ട് ചെയ്യുന്നുണ്ട്. ആ DNA വെച്ചിട്ടാണെങ്കിൽ ടണലിൽ നിന്ന് ലഭിച്ച DNA-യുമായിട്ട് അവര് മാച്ച് ചെയ്ത് നോക്കുന്നു. അത് പോസിറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഹൈഡ് ഔട്ടിൽ നിന്ന് ലഭിച്ച സബ്വേ ഗോസ്റ്റിന്റെ DNA-യും ബോസിന്റെ DNA-യും സെയിം ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ബോസ് ആണെങ്കിൽ ഇവരോട് പോലും ബോസിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. ഇവരോട് പോലും ബോസ് തന്റെ ശരിക്കുള്ള പേരല്ല പറഞ്ഞിരിക്കുന്നത്. മറ്റാരുടെയോ പേരാണ് ബോസ് ഇവരോടും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോസിനെ കണ്ടുപിടിക്കാൻ ഇവർക്ക് കുറച്ച് പാടാണ്. അങ്ങനെ ബോസ് തന്നെയാണ് സബ്വേ ഗോസ്റ്റ് എന്ന കാര്യം യൂനിനും മനസ്സിലായി. നിങ്ങൾ 2 വർഷമായി ഒരുമിച്ചല്ലേ താമസിക്കുന്നത്, നിങ്ങൾക്ക് അവനെ പറ്റി എന്തെങ്കിലും അറിയാവോ എന്നൊക്കെ ചോദിച്ചു യു അവരോട് ദേഷ്യപ്പെടുന്നു. തന്റെ സിസ്റ്ററിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവരോട് ദേഷ്യപ്പെടുന്നത്. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് സിയൂക്കിന്റെ അമ്മയെ നോക്കുന്ന ആ അമ്മൂമ്മയാണ്. അവരാണെങ്കിൽ സബ്വേ ഗോസ്റ്റ് ഉപദ്രവിച്ച ഒരു പെൺകുട്ടിയില്ലേ, അവളെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ആ സമയത്ത് തന്നെ അവൾക്ക് ബോധവും വീഴുന്നുണ്ട്. നിങ്ങൾ അവന്റെ അമ്മയല്ലേ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു ഭയം കാണാം. പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. കുറെ ഡോക്ടേഴ്സ് അങ്ങോട്ടേക്ക് എത്തുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അവരെല്ലാം ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായി ശ്രമിക്കുന്നു. നിർഭാഗ്യവശാൽ അവൾ മരണപ്പെടുന്നു. അപ്പോഴേക്കും ആ അമ്മൂമ്മ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇനി ഇവര് തന്നെയാണോ അവളെ കൊന്നത് എന്ന് നമുക്ക് വഴിയെ കാണാം. അങ്ങനെ ആ പെൺകുട്ടി മരിച്ചു എന്നുള്ള കാര്യം പോലീസ് സ്റ്റേഷനിലെ എല്ലാരും അറിയുന്നു. യു ആണെങ്കിൽ വിഷമിച്ചാണ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അതേസമയം സിയോക്കും അവളുടെ വീട്ടിലേക്ക് വരുന്നു. സബ്വേ ഗോസ്റ്റ് യൂനിനെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് കാവല് കിടക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ സിയൂക്ക് ആണെങ്കിൽ പുറത്ത് കിടക്കുന്ന കാര്യമൊന്നും യൂനിന് അറിയില്ല. യു അറിയാതെയാണ് സിയൂക്ക് അവിടെ കിടക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം സിയൂക്ക് പാർക്കിലിരിക്കുന്ന സമയത്താണ് അവനെ ചീഫ് വിളിക്കുന്നത്. ചീഫ് ആണെങ്കിൽ എങ്ങനെയൊക്കെയോ അവന്റെ സസ്പെൻഷൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. ആ വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ചീഫ് അവനെ വിളിച്ചത്. ഇനി അവന് പഴയതുപോലെ തന്നെ സബ്വേ പോലീസിൽ ജോയിൻ ചെയ്യാം. യു ഈ വിവരം അറിഞ്ഞാൽ അവൾ ഒരുപാട് സന്തോഷിക്കും എന്നും വിചാരിച്ച് സിയൂക്ക് ആണെങ്കിൽ യൂനിന് മെസ്സേജ് ഒക്കെ അയക്കുന്നു. എന്നിട്ട് സിയൂക്ക് തന്റെ ഫ്രണ്ട്സുമായിട്ടിരുന്ന് ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊളീഗ്സ് എല്ലാം ആകെപ്പാടെ ഹാപ്പിയാണ്. സിയൂക്ക് തിരിച്ച് സബ്വേയിലേക്ക് വരുന്നതിന്റെ സന്തോഷത്തിലാണ് അവരെല്ലാരും. അതിന്റെ കൂട്ടത്തിൽ തന്നെ അവരാണെങ്കിൽ സിയൂക്കിനെ കളിയാക്കുന്നുണ്ട്. യൂനിന്റെ പേരും പറഞ്ഞിട്ടാണ് അവര് സിയൂക്കിനെ കളിയാക്കുന്നത്. നിനക്ക് അവളോട് എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ട്, അത് നീ തുറന്നു പറയാനൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ അവനെ കളിയാക്കുന്നു. അതും കേട്ട് സിയൂക്ക് ആണെങ്കിൽ അടുത്ത ദിവസം കുറച്ച് ഫ്ലവേഴ്സും മേടിച്ചിട്ട് അവളെ പ്രൊപ്പോസ് ചെയ്യാനായി പോകുന്നു. അവനാണെങ്കിൽ തന്റെ ഉള്ളിലെ ഫീലിങ്സ് എല്ലാം ഇന്ന് തന്നെ തുറന്നു പറയണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ കറക്റ്റ് ആ സമയത്ത് തന്നെയാണ് ചീഫ് അവനെ വിളിക്കുന്നത്. അങ്ങനെ സിയൂക്ക് നേരെ ചീഫിനെ കാണാനായി പോകുന്നു. എനിക്ക് നിന്റെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്യാൻ സാധിച്ചു, എന്നാൽ അവരാണെങ്കിൽ നിന്നെ ട്രാൻസ്ഫർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് അതിൽ നിന്ന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്കറിയാം ഈ അവസ്ഥയിൽ നിനക്ക് ഇവിടെ നിന്ന് മാറാൻ സാധിക്കില്ല എന്ന്. ഞാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും ആ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്നൊക്കെ ചീഫ് പറയുന്നു. ഇത് കേട്ടിട്ട് സിയൂക്ക് ആകെപ്പാടെ വിഷമിക്കുന്നുണ്ട്. അവന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ സബ്വേയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അമ്മയുടെ ചികിത്സയൊക്കെ എങ്ങനെയാവും എന്നും വിചാരിച്ച് അവൻ ആകെപ്പാടെ ടെൻഷൻ ആവുന്നു. എന്തായാലും അമ്മയെ ചികിത്സിക്കാൻ വേണ്ടി പണം വേണ്ടേ, അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോവാം എന്ന് സിയൂക്കും തീരുമാനമെടുക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം അമ്മയെ കണ്ടിട്ട് താൻ ഒരു ബിസിനസ് ട്രിപ്പിനായി പോവാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. അമ്മ ഒറ്റയ്ക്കാക്കി പോകുന്നതിൽ അവന് നല്ല വിഷമമുണ്ട്. അതേപോലെ തന്നെയാണ് യൂനിനെ ഓർത്തിട്ടും അവന് നല്ല വിഷമമുണ്ട്. അങ്ങനെ സിയൂക്ക് ആണെങ്കിൽ പതിവ് പോലെ തന്നെ യൂനിന് കാവൽ കിടക്കാനായി എത്തുന്നു. ആ സമയത്താണ് അവളുടെ വീടിന്റെ ഓപ്പോസിറ്റ് വീട്ടിൽ നിന്ന് ആരോ നോക്കുന്നതായിട്ട് അവന് തോന്നുന്നത്. കണ്ടിട്ട് സബ്വേ ഗോസ്റ്റിനെ പോലെ തന്നെ ഉണ്ട്. അവൻ പെട്ടെന്ന് തന്നെ യൂനിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ സിയൂക്ക് അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. എന്നാൽ അവിടെ വലിച്ച രീതിയിൽ കുറച്ച് സിഗരറ്റ് മാത്രം കിടപ്പുണ്ടായിരുന്നു. സിയൂക്ക് ആ സിഗരറ്റ് എല്ലാം എടുത്തു വെക്കുന്നുണ്ട്. വന്നത് ആ ബോസ് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട്
വേണ്ടിയിട്ടാണ് അവൻ ആ സിഗരറ്റ് എല്ലാം എടുത്തു വെക്കുന്നത്. അതുമായിട്ട് അടുത്ത ദിവസം അവൻ നേരെ ചെല്ലുന്നത് എക്സ് ഗേൾഫ്രണ്ടിന്റെ ഓഫീസിലേക്കാണ്. യൂനിന്റെ വീട്ടിന്റെ അടുത്ത് നിന്ന് ലഭിച്ച സിഗരറ്റ് ആണ്. ഇതൊരു പക്ഷെ സബ്വേ ഗോസ്റ്റിന്റെ ആയിരിക്കും എന്നും പറഞ്ഞ സിയൂക്ക് അത് അവർക്ക് നൽകുന്നു. എന്നാൽ ഇതൊന്നും എക്സ് ഗേൾഫ്രണ്ടിന് ഇഷ്ടപ്പെടുന്നില്ല. താൻ ഇനി കുറച്ചു നാളത്തേക്ക് ഇവിടെ കാണില്ല, യൂനിനെ നല്ല രീതിയിൽ തന്നെ നോക്കിക്കോണം എന്നൊക്കെ സിയൂക്ക് ആണെങ്കിൽ പാർട്ട്ണറോട് പറയുന്നു. അവനും അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ സിയൂക്ക് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ടേക്ക് യു എത്തിയത്. ആ സമയത്താണ് സിഗരറ്റിന്റെ കാര്യം അവളും അറിയുന്നത്. എന്നാൽ എക്സ് ഗേൾഫ്രണ്ട് ആണെങ്കിൽ കൂടുതലൊന്നും പറയാതെ അവളെ കൊണ്ട് നേരെ ചെല്ലുന്നത് ലാബിലേക്കാണ്. ആ തുണിയിലുള്ള DNA-യും ട്വിൻ സിസ്റ്ററിന്റെ DNA-യും സെയിം ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അവരാണെങ്കിൽ യൂനിന്റെ DNA എടുത്തില്ലായിരുന്നു. അതിന്റെ റിസൾട്ട് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ നെഗറ്റീവ് ആണ് കാണിക്കുന്നത്. അതായത് ആ തുണിയിലുള്ള DNA-യുമായിട്ട് ട്വിൻ സിസ്റ്ററിന്റെ DNA മാച്ച് ആവുന്നില്ല. അങ്ങനെ അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് യു ആണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. യൂനിന്റെ കൂടെ തന്നെ പാർട്ട്ണറും ഉണ്ട്. സിയൂക്ക് പറഞ്ഞില്ലേ യൂനിനെ നല്ല രീതിയിൽ നോക്കണമെന്ന്, അതുകൊണ്ടാണ് അവളെ അവൻ കൊണ്ടുവിടുന്നത്. അവളെ വീട്ടിൽ കൊണ്ടുവിടുക മാത്രമല്ല അവളുടെ കൂടെ ഇരിക്കുന്നുണ്ട്. ശരിക്കും ആ സമയത്താണ് ആ സിഗരറ്റ് തന്റെ വീടിന്റെ ഓപ്പോസിറ്റിൽ നിന്ന് സിയൂക്കിന് ലഭിച്ചതാണ് എന്ന കാര്യങ്ങളെല്ലാം അവൾ അറിയുന്നത്. സബ്വേ ഗോസ്റ്റ് ഇപ്പോഴും തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന കാര്യം യൂനിന് ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ അടുത്ത ദിവസം യു ആണെങ്കിൽ നേരെ ചെല്ലുന്നത് ചീഫിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ചീഫുമായിട്ട് അവൾ ഒരു ഡീല് വെക്കുന്നു. യു ആണെങ്കിൽ തിരിച്ച് സബ്വേ പോലീസിലേക്ക് തന്നെ പോവാണ്. അതേപോലെ തന്നെ സിയൂക്കിന്റെ ട്രാൻസ്ഫർ ആണെങ്കിൽ ഒരാഴ്ചത്തേക്കൊന്ന് നീട്ടിവെക്കണം. ആ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ സബ്വേ ഗോസ്റ്റിനെ കണ്ടുപിടിച്ചിരിക്കും. ഞങ്ങൾക്കതിന് സാധിച്ചില്ലെങ്കിൽ ചീഫ് പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ ചെയ്തോളാം എന്നൊരു ഡീലാണെങ്കിൽ യു വെക്കുന്നു. അത് ചീഫും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ യു ഈ കാര്യങ്ങളെല്ലാം സിയൂക്കിനോടും കൊളീഗ്സിനോടുമായി പറയുന്നു. സിയൂക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നത് കൊണ്ടും യു തിരിച്ച് സബ്വേയിലേക്ക് തന്നെ വരുന്നത് കൊണ്ടും കൊളീഗ്സ് ആകെപ്പാടെ സന്തോഷിക്കുന്നുണ്ട്. സിയൂക്ക് ആണെങ്കിൽ യൂനിനെ മറ്റൊരു റൂമിലേക്ക് വിളിച്ചുകൊണ്ടുപോകുന്നു. പെട്ടെന്ന് തന്നെ സിയൂക്ക് യൂനിനെ കെട്ടിപ്പിടിച്ചിട്ട് തന്റെ കൂടെ നിൽക്കുന്നതിന് താങ്ക്സ് ഒക്കെ പറയുന്നു. അതേപോലെ തന്നെ അവന്റെ ഉള്ളിലെ ഫീലിംഗ്സ് എല്ലാം അവൻ തുറന്നു പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോഴേ ഇതിനൊരു മറുപടി പറയണ്ട, കേസ് എല്ലാം സോൾവ് ആയതിനു ശേഷം ഇതിനൊരു മറുപടി തന്നാൽ മതി എന്നൊക്കെ സിയൂക്ക് പറയുന്നു. ഇവർ ഈ സംസാരിക്കുന്നതെല്ലാം കൊളീഗ്സ് ആണെങ്കിൽ പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട്. അവർക്കും ആകെപ്പാടെ നാണമൊക്കെ വരുന്നു. അങ്ങനെ ഇവർക്കാണെങ്കിൽ ഇനി ഒരാഴ്ച കൂടെ അല്ലേ സമയമുള്ളൂ. അതിനുള്ളിൽ തന്നെ അവർക്ക് സബ്വേ ഗോസ്റ്റിനെ കണ്ടുപിടിക്കണം. അങ്ങനെ സബ്വേ ഗോസ്റ്റിനെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവര് ഡിസ്കസ് ചെയ്യുന്നു. ഒരിക്കൽ ബോസ് ആണെങ്കിൽ ട്രെയിനിൽ മോഷണം എല്ലാം നടത്തിയതിനു ശേഷം 8:30 തനിക്ക് ഒരാളെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടതല്ലായിരുന്നോ? അതന്ന് ആ അടുത്ത് നിന്ന പെൺകുട്ടിയും കേട്ടതായിരുന്നു. പെൺകുട്ടി ആ വിവരം സബ്വേ പോലീസിനോടും പറഞ്ഞിരുന്നു. അങ്ങനെ 8:30 അവൻ ആരെയായിരിക്കും മീറ്റ് ചെയ്യാൻ പോയത്? ഒരു പക്ഷേ മോഷ്ടിച്ച സാധനങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ആയിരിക്കും അവൻ കാണാനായി ഉദ്ദേശിച്ചിരുന്നത്. അതാരാണെന്നൊക്കെ കണ്ടുപിടിക്കാമെന്ന് അവര് തീരുമാനിക്കുന്നു. എന്നാൽ മോഷ്ടിച്ച ആ സാധനങ്ങളെല്ലാം മേടിക്കാൻ അവിടെ 100ഓളം ആൾക്കാരുണ്ട്. അവരിൽ ആരെയായിരിക്കും അന്ന് അവൻ മീറ്റ് ചെയ്യാൻ പോയത്? അത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. എന്നാലും കുഴപ്പമില്ല, എല്ലാരും പോയി കാണാം എന്നൊക്കെ അവര് തീരുമാനിക്കുന്നു. അങ്ങനെ അവര് 4 പേരും ആ ആൾക്കാരുടെ എല്ലാം ലിസ്റ്റ് എടുത്ത് ഓരോരുത്തരെയായി മീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു കട നടത്തുന്ന പുള്ളിയാണെങ്കിൽ ഇവർക്ക് സംശയം തോന്നുന്നു. അയാളെ പിടിച്ച് സിയൂക്ക് ഒന്ന് വിരട്ടി നോക്കുന്നു. അപ്പോഴാണ് അയാളെ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. അന്നവൻ ശരിക്കും മീറ്റ് ചെയ്യാൻ പോയത് ഒരു പെൺകുട്ടിയെയാണ്. മോഷ്ടിച്ച വ്യക്തികളുടെ ID കാർഡെല്ലാം ബോസ് ആണെങ്കിൽ ഈ പെൺകുട്ടിക്ക് നൽകും. അവരുടെ ഐഡന്റിറ്റി വെച്ചിട്ട് ഇവർക്കെല്ലാം ഫേക്ക് ആയിട്ട് ഓരോ ID കാർഡ് ഉണ്ടാക്കുന്നതാണ് അവളുടെ ജോലി. അതായത് ബോസിന് ഇപ്പോഴുള്ള പേരും ഐഡന്റിറ്റിയും അവൾ ഫേക്ക് ആയി ഉണ്ടാക്കി കൊടുത്തതാണ്. അങ്ങനെ അവളെ എവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് അവര് ഇയാളോട് ചോദിക്കുന്നു. അതേസമയം ആ പെൺകുട്ടിയാണെങ്കിൽ ബോസിന് വേണ്ടിയിട്ട് പുതിയ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോസിന് വേണ്ടിയിട്ടുള്ള പുതിയ ID കാർഡെല്ലാം അവൾ തയ്യാറാക്കുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സിയൂക്കും യുവും എത്തുന്നത്. യു പെട്ടെന്ന് തന്നെ അവളെ പിടിച്ച് ലോക്ക് ചെയ്യുന്നു. അവളോട് ബോസിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി എല്ലാം അവര് ചോദിക്കുന്നു. എന്നാലും അവൾക്ക് ബോസിന്റെ യഥാർത്ഥ പേരൊന്നും അറിയില്ല. അവൻ തന്റെ ഒരു കസ്റ്റമർ മാത്രമാണ്. അവന്റെ യഥാർത്ഥ ഐഡന്റിറ്റി അറിയണമെങ്കിൽ അവനോട് തന്നെ ചോദിക്കണം എന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നു. അവനെ എവിടെ വെച്ച് കാണാൻ സാധിക്കും എന്നൊക്കെ സിയൂക്ക് അവളോട് ചോദിക്കുന്നു. അരമണിക്കൂറിന് ശേഷം ഒരു സ്റ്റേഷനിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്നൊക്കെ അവൻ അവളോട് പറഞ്ഞിരുന്നു. അതായത് ഈ പാസ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവൻ അവളെ വിളിച്ചിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഈ പെൺകുട്ടി അവരോട് പറയുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ സിയൂക്കും യുവും ആ സ്റ്റേഷനിലേക്ക് പുറപ്പെടുന്നു. പോകുന്ന വഴിക്ക് തന്നെ യു ആണെങ്കിൽ എക്സ് ഗേൾഫ്രണ്ടിനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അവരും ആ സ്റ്റേഷനിലേക്ക് പുറപ്പെടുന്നു. അങ്ങനെ സിയൂക്കും യുവും ആണ് ആദ്യം തന്നെ ആ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നത്. അവര് രണ്ടുപേരും ബോസിനെ അവിടെയെല്ലാം അന്വേഷിക്കുന്നു. ആ സമയത്താണ് യു ബോസിനെ കാണുന്നത്. പെട്ടെന്ന് തന്നെ അവൾ ബോസിനെ ഫോളോ ചെയ്യുന്നു. അവളെ കണ്ട ബോസും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇവര് രണ്ടുപേരും ഓടുന്നത് നമ്മുടെ സിയൂക്കും കാണുന്നുണ്ട്. അങ്ങനെ സിയൂക്കും ബോസിനെ പുറകിന് തന്നെ ഓടുന്നു. അങ്ങനെ യു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ബോസിനെ പിടിച്ചു. എന്നാൽ ബോസ് ആണെങ്കിൽ അവളെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആ സമയത്ത് അവന്റെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിപ്പോയിരുന്നു. അതാണെങ്കിൽ യുവിന് തന്നെ കിട്ടുകയും ചെയ്തു. എന്നാൽ ആ മാല കണ്ടിട്ട് യു ആകെപ്പാട് ഷോക്കായി നിൽക്കുന്നു. കാര്യം ഇത് യുവിന്റെ ട്വിൻ സിസ്റ്ററിന്റെ മാലയായിരുന്നു. അവൾക്കാണെങ്കിൽ ഇനി മുന്നോട്ടേക്ക് പോവാൻ സാധിക്കുന്നില്ല.
അപ്പോഴേക്കും അവരെ ഫോളോ ചെയ്ത് സിയൂക്ക് വന്നിരുന്നു. സിയൂക്ക് പെട്ടെന്ന് തന്നെ ബോസിനെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ സിയൂക്ക് ബോസിനെ ഒരുപാട് ഫോളോ ചെയ്തിട്ടാണ് അവനെ പിടിക്കുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് യു എത്തിക്കഴിഞ്ഞിരുന്നു. യു പെട്ടെന്ന് തന്നെ ബോസിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നു. ബോസിനോട് ജിൻ എവിടെ എന്ന് അവൾ തിരക്കി. ജിൻ എന്ന് പറയുന്നത് യുവിന്റെ ട്വിൻ സിസ്റ്റർ ആണ്. നിന്റെ സിസ്റ്റർ അല്ലേ, അവൾ ജീവനോടെ ഉണ്ട് എന്നൊക്കെ ബോസ് പറയുന്നു. അപ്പോഴാണ് ഒരു പെൺകുട്ടി മുടി ചീവുന്നതായി നമ്മളെ കാണിക്കുന്നത്. അത് തന്നെയാണ് യൂനിന്റെ ട്വിൻ സിസ്റ്ററായ ജിന്നും. ഈ സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ. അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.